സാറേ എങ്ങനെയുണ്ട് നമ്മുടെ വർക്ക് കാര്യങ്ങളൊക്കെ? ഓക്കെയാണ് സാറേ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സാറേ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ സാർ ഇതേപോലത്തെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ട്രക്ചർ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല, ഇങ്ങനത്തെ ഒരു വർക്ക് ചെയ്ത് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതിന് നമുക്കും കുറച്ച് ടാസ്കുകളുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വർക്കുകൾ നമുക്ക് പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് പറയുന്ന സമയത്ത് സാറിന് അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റും? സപ്പോർട്ട് ചെയ്യാം, നമുക്ക് ഒരു 100% സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് സാറിന് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളുണ്ടാവും, സാറിന് അതിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ടാവും, സാറിന് ഓക്കെ ആകുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും, എന്തെങ്കിലും അതിന് പ്രധാനമായിട്ടും? അതിൻ്റെ സ്ട്രക്ചർ വളരെ നല്ലതാണെന്ന് വെച്ചാൽ നമ്മൾ SS ഉപയോഗിക്കുമ്പോൾ അതിനെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള തുരുമ്പെടുക്കാത്ത രീതിയിൽ അത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് സ്ട്രക്ചർ വളരെ മനോഹരമായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് വാസ്തവത്തിൽ. പിന്നെ മെറ്റീരിയലും നല്ല മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അല്ല സാർ, ഇത് ഓൾറെഡി ഇപ്പോൾ നമ്മുടെ കടലിൻ്റെ അടുത്താണ് നമ്മുടെ ഈ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരിക്കലും ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ 304 അല്ലാത്തൊരു മെറ്റീരിയലിനെ കുറിച്ചിട്ട് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് മറ്റൊരു മെറ്റീരിയൽ വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷേ ഒരു 2, 3, 4 കൊല്ലം കഴിയുന്ന സമയത്ത് ഡസ്റ്റ് വന്ന് ഡാമേജസ് ആയി സാറ് പിന്നെ അത് എന്നെ തന്നെ പിടിക്കേണ്ടത്. ഇതിപ്പോൾ പറഞ്ഞാൽ സാറിനതൊരു ലൈഫ് ലോങ് ആയിട്ട് ഈ സംഭവം ഇവിടെ കിടന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അന്ന് 304 തന്നെ സാറിന് ഞാൻ സജഷൻ. നമുക്ക് മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കുറവായിരിക്കും എന്തായാലും. അപ്പോൾ സാറ് ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെയാണ്.